പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ KJ ജോയി അന്തരിച്ചു. 77 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അന്ത്യം ചെന്നൈയിലായിരുന്നു. തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശിയാണ് KJ ജോയ്. മലയാളത്തിലെ ആദ്യ ടെക്നോ മ്യൂസിഷ്യനാണ്. ഹിന്ദി ചലച്ചിത്ര ലോകത്തിനും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തല സംഗീതം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല മലയാളത്തിൽ 200ഓളം ചിത്രങ്ങൾ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തു. അദ്ദേഹം പ്രതിഭാധനായിരുന്ന MS വിശ്വനാഥിൻ്റെ ശിഷ്യനായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അക്കോർഡിയൻ വായിക്കാനായിട്ട് MS വിശ്വനാഥിനോടൊപ്പം ചേർന്ന അദ്ദേഹം പിന്നീട് MS വിശ്വനാഥിന് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തിരിച്ചറിയുകയും അദ്ദേഹത്തെ സംഗീത സംവിധായകൻ്റെ കുപ്പായം അണിയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ലവ് ലെറ്റർ എന്ന സിനിമയിലൂടെ 1975 ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് അദ്ദേഹം വരുന്നത്. ചെന്നൈയിൽ നിന്ന് ഇന്ന് വെളുപ്പിന് 2:30 മണിക്കാണ് അന്ത്യം സംഭവിച്ചത്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സങ്കടകരമായ വാർത്ത നമ്മളെ തേടി വന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്കാൻ ഇന്ന് പുലർച്ചെ 2:30-ക്കാണ് മരണം സംഭവിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു. അദ്ദേഹം കുറച്ച് കാലങ്ങളായി അദ്ദേഹം വിശ്രമത്തിൽ തന്നെയായിരുന്നു, വീട്ടിൽ തന്നെ. ഇവിടെ ചെന്നൈയിലെ ശാന്തോം എന്ന് പറയുന്ന സ്ഥലത്ത്, ശാന്തോം ചർച്ചിനടുത്താണ് അദ്ദേഹത്തിൻ്റെ ഭവനം. എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൃത്യമായി പറഞ്ഞാൽ ഒരു ലിജൻഡ് തന്നെയായിരുന്നു. പ്രത്യേകിച്ചും 200ഓളം സംഗീത സംവിധാനം നടത്തിയ, പശ്ചാത്തല സംഗീതം ഉൾപ്പെടെ ചെയ്ത ഒരു വലിയ വ്യക്തിത്വം തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ഈ അക്കോർഡിയനും അതുപോലെ തന്നെ കീബോർഡും ആ കാലഘട്ടത്തിൽ ഇതൊക്കെ പരിചയപ്പെടുത്തിയ ആൾ എന്ന നിലയ്ക്ക് അക്കോർഡിയനൊക്കെ വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. കീബോർഡ് ആദ്യമായി പരിചയപ്പെടുത്തിയത് ഒരുപക്ഷെ ഇദ്ദേഹം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അങ്ങനെ സംഗീതത്തിൻ്റെ പുതിയ സംഗീത മേഖലയിലേക്ക്, ഈ പറഞ്ഞ ഡിജിറ്റൽ സംഗീതത്തിൻ്റെ ഒക്കെ ഒരു വലിയ മേഖലയിലേക്ക് ഈ ആദ്യഘട്ടത്തിൽ തന്നെ വന്നെത്തിയ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹം എപ്പോഴും സ്മരിക്കപ്പെടുന്ന ഒരു ആൾ തന്നെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ചെന്നൈയിലേക്ക് വരികയായിരുന്നു. ചെന്നൈയിലേക്ക് സംഗീതവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലേക്ക് വരുന്നു. ആദ്യം പള്ളിയിൽ കൊയർ പാടുന്ന അതിന് അകമ്പടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീതം എന്ന് പറയുന്നത്. പിന്നീടാണ് ലിജൻഡായിട്ടുള്ള ഈ പറഞ്ഞ MS വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇദ്ദേഹം എത്തുന്നത്. 500ഓളം ഗാനങ്ങൾക്ക് അദ്ദേഹത്തിന് ഈ MS വിശ്വനാഥൻ എന്ന് പറയുന്ന സംഗീതജ്ഞൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം അകമ്പടിയായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കാൻ സൂചിപ്പിച്ചതുപോലെ 69-ലാണ് ഈ പറഞ്ഞ രീതിയിൽ കീബോർഡ് ദക്ഷിണേന്ത്യൻ സംഗീതത്തിന് പരിചയപ്പെടുന്നത് അദ്ദേഹം 69-ലാണ്. അങ്ങനെ തുടക്കം മുതൽ തന്നെ ഒരു ലിജൻഡറി ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ തന്നെയാണ് ഇപ്പോൾ നമ്മളെ വിട്ടുപോയിരിക്കുന്നത് എന്നതാണ്. മലയാളത്തിൽ ഇറങ്ങിയ 75-ൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ലവ് ലെറ്റർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത്. അതിനുശേഷം ലിസ, അതുപോലെ തന്നെ സർപ്പം, മുത്തുച്ചിപ്പി തുടങ്ങിയ ഏകദേശം 65ഓളം മലയാളം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം ഇട്ടു എന്നുള്ളതാണ്. 1990 വരെയാണ് അദ്ദേഹം സജീവമായി തന്നെ ഈ സംഗീത ലോകത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ തന്നെ കഴിവുള്ള നിരവധി ഗായകർ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ രീതിയിൽ തന്നെ 12ഓളം ഹിന്ദി ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞവർ നൗഷാദ്, ലക്ഷ്മികാന്ത് പ്യാരിലാൽ, മൻമോഹൻ, ബാപ്പി, ലഹരി, അങ്ങനെയുള്ള നിരവധി സംഗീത ഇതിഹാസങ്ങൾ കൊടുത്തു. MS വിശ്വനാഥനിൽ തുടങ്ങി അങ്ങനെ നിരവധി സംഗീത ഇതിഹാസങ്ങൾക്കൊപ്പം ജോലി ചെയ്തു എന്നുള്ള ഒരു ഖ്യാതി കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെയാണ് സംസ്കാരം നടക്കുക. ചെന്നൈയിൽ തന്നെ ആയിരിക്കും സംസ്കാരം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു മനീഷ് മൂർത്തി. ചെന്നൈയിലാണ് KJ ജോയിയുടെ അന്ത്യം സംഭവിച്ചത്. ഇന്ന് വെളുപ്പിന് 2:30 മണിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ച. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം കുറച്ചു കാലമായി അദ്ദേഹം സംഗീത ലോകത്തുനിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. കുറേ അധികം നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. ഹിന്ദി സിനിമകളിൽ പോലും സംഗീതമൊരുക്കി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം സിനിമാ സംഗീതത്തിൽ ആദ്യമായി കീബോർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത് അദ്ദേഹമായിരുന്നു. എൻ സ്വരം പൂവിടും എന്ന മനോഹരമായ അനുപല്ലവിയിലെ പാട്ട്, അതുപോലെ മനുഷ്യമൃഗം എന്ന ചിത്രത്തിലെ കസ്തൂരി മാൻമിഴി, ആരാധനയിലെ പാട്ട്, ഇതാ ഒരു തീരം എന്ന ചിത്രത്തിലെ അക്കരെ ഇക്കരെ, അതുപോലെ സായുജ്യം എന്ന സിനിമയിലെ കാരിത്തൊഴുത്തിൽ പിറന്നവനെ, ഈ ക്രിസ്തീയ ഭക്തിഗാനം നമ്മൾ ഒരിക്കലും മറക്കില്ല. അങ്ങനെ കുറേ അധികം നല്ല പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് 24-ൻ്റെ ആദരാഞ്ജലികൾ.